വയനാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മേൽക്കൈ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ LDF തകർപ്പൻ വിജയം നേടുമെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് പറഞ്ഞു. വലിയ വിജയം ഇത്തവണ വയനാട്ടിൽ ഉണ്ടാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ അവകാശവാദം. ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് NDAയും. വയനാട് ജില്ലയിൽ ആകെയുള്ള 46 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രചാരണം വാനോളം ഉയർന്നു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി 1935 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണ രംഗത്ത് LDFനാണ് മേൽക്കൈ. 2020 വയനാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രകാരം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും LDF UDF ഒപ്പത്തിനൊപ്പമാണെങ്കിലും നഗരസഭയിലും ഗ്രാമപഞ്ചായത്തിലും UDFനാണ് മേൽക്കൈ. രൂപീകൃതമായി 30 വർഷം പിന്നിടുമ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരണം ഏതാണ്ട് പൂർണ്ണമായും കൈയാളിയത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. 3 പതിറ്റാണ്ടിനിടയിൽ ജില്ലയുടെ പൊതുവികസനത്തിന് ഈ ഭരണസമിതികൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് UDFന് മറുപടിയില്ല. LDF കേരളം ഭരിച്ചപ്പോഴാണ് ജില്ലയുടെ അടിസ്ഥാന വികസനത്തിൽ മാറ്റമുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനത്തെ LDF ഭരണം വയനാട്ടിൽ വികസന കുതിപ്പ് ഉണ്ടാക്കി. ജില്ലയിലെ ചരിത്രത്തിലില്ലാത്ത വിജയം ഇത്തവണ LDFന് ഉണ്ടാകുമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും യോജിപ്പോടുകൂടി ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമെല്ലാം നടത്താനും ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്ന് തന്നെ ആദ്യഘട്ട വിജയം നേടാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വയനാട് ജില്ലയെ സമാനതകളില്ലാത്ത നിലയിലാണ് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വയനാടിന് ഒട്ടനവധിയായ വികസന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും കുറേയേറെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാനും ഈ ഗവൺമെൻറ് സാധിച്ചു. വയനാട് മെഡിക്കൽ കോളേജ് ആവട്ടെ, തുരങ്കപാതയാവട്ടെ, വയനാട്ടിലെ വിവിധ റോഡുകളാവട്ടെ, കായിക സ്വപ്നങ്ങൾക്ക് ചിറക് പകർന്നുകൊണ്ട് നടപ്പിലാക്കിയ സ്റ്റേഡിയം ആവട്ടെ, ഇങ്ങനെ വയനാട്ടിലെ വിവിധങ്ങളായ വികസന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വയനാട്ടുകാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഇടതുപക്ഷത്തെ വയനാട്ടുകാർ ചേർത്ത് നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF എന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്നും വയനാട് DCC പ്രസിഡന്റ് TJ ഐസക് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ ഇത്തവണ UDFന് ചരിത്ര വിജയമുണ്ടാകും. കഴിഞ്ഞ തവണ ഞങ്ങൾ ഭരിച്ചിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം നിലനിർത്തുകയും കൂടുതലായി LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഭരണം തിരിച്ചു പിടിക്കാനും സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂത്താടി ഡിവിഷൻ, മാനന്തവാടി നഗരസഭയിലെ 9, 10 വാർഡുകളിലും UDFന് വിമതശല്യമുണ്ട്. വയനാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ NDA മുന്നണിക്ക് കാര്യമായ സ്വാധീനമില്ല. എന്നാൽ വോട്ടും പ്രാതിനിധ്യവും ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് NDA ക്യാമ്പും അവകാശപ്പെടുന്നു. കൈരളി ന്യൂസ്, വയനാട്.